നമസ്കാരം. നമ്മളെല്ലാവരും എപ്പോഴും മാർക്കറ്റിൽ പുതിയ പുതിയ സ്ട്രാറ്റജികളും വിന്നിങ് കൂടുതൽ ആക്യുറസിയുള്ള കൂടുതൽ ട്രേഡിംഗ് പാറ്റേണുകളും സ്ട്രാറ്റജികളൊക്കെ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു 65% ആക്യുറസിയുള്ള ഒരു ട്രേഡിംഗ് രീതി, ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കണം. അതിന് കുറച്ച് പ്രത്യേക റൂൾസ് ഉണ്ട്. അതിന്റെ റൂൾസ് കാര്യങ്ങള് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് രീതിയുമായിട്ട് അത് മാച്ചായി പോകുന്നുണ്ടോ, നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ വാച്ച് ചെയ്തും പരീക്ഷിച്ചും ബാക്ക് ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. നമ്മൾ ചെയ്തത് നോക്കിയിട്ടുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരേ തരത്തിൽ അതിന് വിജയിക്കാൻ കഴിയണമെന്നില്ല. നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ ഇമോഷൻസ്, നമ്മളെ റിസ്ക് ടോളറിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം ബന്ധപ്പെട്ടാണ് ഓരോ ട്രേഡുകളും സക്സസും അതിന്റെ കാര്യങ്ങളും ഇരിക്കുന്ന. ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചും സക്സസ് റേഷ്യോകളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പം നമ്മൾ പരിചയപ്പെടുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവരവർക്ക് വഴങ്ങുന്നതാണെങ്കിൽ അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അത് ഉപയോഗിച്ച് സക്സസ് ആകാൻ കഴിയട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ലൈക്കായിട്ട് കമന്റ്സ് ആയിട്ടും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 60% വിന്നിങ് നൽകാൻ കഴിയുന്ന നല്ലൊരു ഈസി ആയിട്ട് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പം സ്ട്രാറ്റജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ട്രാറ്റജി നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയറിലാണ്. നമുക്കിത് ഷെയർ ആണെങ്കിലും മാർക്കറ്റ് നല്ല ട്രെൻഡിങ്ങിലാണെങ്കിലും അല്ല ഷെയർ ആണെങ്കിലും നമ്മളിത് എവിടെയാണോ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന, ഇപ്പൊ അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും ആ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതിൽ മാത്രമേ നമുക്ക് ഈ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ ട്രേഡിംഗ് പ്ലാനിലുള്ള പോലെ തന്നെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ആ സ്ട്രക്ചർ മനസ്സിലാക്കി മാർക്കറ്റ് നല്ല അപ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് പരീക്ഷിക്കുക. നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന പോലെ ഒരുപാട് ഷെയറുകൾ അപ് ട്രെൻഡിലുണ്ട്, ഡൗൺ ട്രെൻഡിലുണ്ട്, കൺസോളിഡേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ട്രെൻഡ് ആണെന്താണെന്ന് മനസ്സിലാക്കി മാത്രം, അതായത് എല്ലാ ഷെയറിലും കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി മനസ്സിലാക്കി ശേഷം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തും കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതോട് നിങ്ങൾക്ക് അത് ഈസി ആയി വരും. അപ്പൊ അത് വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതിന് തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് അപ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് നമുക്ക് ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് കണ്ടെത്താം. നല്ല അപ് ട്രെൻഡിൽ നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ്. അപ്പൊ അങ്ങനെ അപ് ട്രെൻഡിൽ നിൽക്കുന്ന കണ്ടെത്താൻ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും 3 മാസമായി പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു 3 months ഹൈ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് അത് സ്വാഭാവികമായിട്ട് ബുള്ളിഷ് ആയിരിക്കുമല്ലോ. അപ്പൊ അത്തരം ഒരു സാധനം നമ്മൾ ഇതെടുക്കുക. ഒരു 2 or 4 വീക്സിന്റെ ഹൈ കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 3 months ഹൈ കട്ട് ചെയ്തിരിക്കുന്നോ, അതായത് അപ് ട്രെൻഡിലേക്ക് അപ് ട്രെൻഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയർ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അത്തരത്തില് അപ് ട്രെൻഡിൽ നിൽക്കുന്ന ഷെയറിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ട്രെൻഡിന്റെ ഒപ്പം പോയി കയറുകയല്ല. ആ ട്രേഡ് ആ ഷെയർ അപ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് റിവേഴ്സലുകൾ തരും, കറക്ഷൻസ് തരും. അത്തരം കറക്ഷൻസും റിവേഴ്സൽസും നോക്കി ആ പുൾ ബാക്സിൽ എൻ്റർ ചെയ്യാനുള്ള ട്രേഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് വേണമല്ലോ. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിന് സ്വാഭാവികമായിട്ടും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഷെയർ എന്ന് പറയുന്നത് നല്ല ലിക്വിഡിറ്റി ഉള്ളതായിരിക്കണം, പക്കാ വോളിയം ഉള്ള ഷെയർ ആയിരിക്കണം. വോളിയം കുറഞ്ഞ ഷെയറുകളിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ഷെയറുകളൊന്നും പോയി ചെയ്യരുത്. നല്ല പക്കാ വോളിയം ഉള്ള ഷെയർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പക്ക വോൾട്ടാലിറ്റി ഉണ്ടാവണം, മൂവ്മെന്റ്സ്. അതായത് നമുക്കൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ റേറ്റുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ തന്നെ ഇൻഡെക്സ് ബേസ്ഡ് ഉള്ള ഷെയർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇൻഡെക്സ് ബേസ്ഡ് ആയിരിക്കണം, വോളിയം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ഇത്തരം ഫാക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ആയി കഴിയുമ്പോൾ അതിന് റൂൾ ബേസ്ഡിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ഏതാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ ഉള്ളതായി. സ്വാഭാവികമായിട്ടും എന്താ പറയാ, ഫ്യൂച്ചേഴ്സ് ഉള്ള ഷെയർസ് ആയിരിക്കും. ഫ്യൂച്ചേഴ്സ് ഉള്ള ഷെയറുകളാണ് ഇതിന് കുറച്ചുകൂടി ബെറ്റർ ആകുക. ഇത്തരം മൂവ്മെന്റിൽ കുറച്ചുകൂടി ചെയ്യാൻ ഫ്യൂച്ചേഴ്സ് ഉള്ള മൂവ്മെന്റ് ആകുമ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഉള്ള ഷെയർ ആകുമ്പോൾ അതിന് ലിക്വിഡിറ്റി കിട്ടും, ഇൻഡെക്സ് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ വോളിയം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒത്തുവരും. അപ്പം റൂൾ ബേസിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ട്രെൻഡ്, സ്റ്റോക്കിന്റെ ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ 200 ഡേ മൂവിംഗ് ആവറേജ് ആണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ലോങ് ടൈമിലേക്ക് ഒരു ട്രെൻഡ് നിർണ്ണയിക്കാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്യുന്ന പൊതുവായ മാനദണ്ഡം. ഒരു ലോങ് ടൈമില് പൊതുവായിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം 200 മൂവിംഗ് ആവറേജ് ആണ്. അപ്പം 200 മൂവിംഗ് ആവറേജിന് മുകളിലുള്ള ഒരു ഷെയർ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രെൻഡ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അത് അപ് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും.
അപ്പം നമുക്ക് ട്രെൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 200 ഡേന്റെ മൂവിംഗ് ആവറേജ് ഉപയോഗിക്കുക. അതിന് മുകളിലാണ് നമുക്ക് ട്രെൻഡ് കണ്ടെത്തി നമുക്ക് അപ്പ് ട്രെൻഡ് ഉറപ്പിക്കും. പിന്നെ അത് നമുക്ക് വേണ്ടത് ഇതിന്റെ എൻട്രി പോയിന്റ് കണ്ടെത്തുന്നതാണ്. അപ്പൊ 200 മൂവിംഗ് ആവറേജിന് മുകളിലുള്ള ഷെയർ, ആ ഷെയർ മുകളിൽ നിന്ന് ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് കടന്നു പോകുന്ന അതിന്റെ ഹൈൽ കയറി ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പുൾ ബാക്കോ കറക്ഷനോ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ 200 മൂവിംഗ് ആവറേജിന് മുകളിൽ നിന്ന് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് നമുക്ക് താഴോട്ട് തരുന്ന സമയത്ത്, ഒരു കറക്ഷൻ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 ഡേയ്സിന്റെ ലോയിൽ നമ്മൾ എൻട്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ 200 മൂവിംഗ് ആവറേജിന്റെ മുകളിൽ നിന്ന് ഷെയർ താഴോട്ട് കുറേശ്ശെ താഴോട്ട് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 10 ഡേയ്സ് ബിലോ ലോ വരില്ലേ, ഒരു 10 ഡേയ്സിന്റെ 10 ക്യാൻഡിൽസിന്റെ ലോ വരുമ്പോൾ ആ ലോയിൽ നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ എൻട്രി എന്ന് പറയുന്നത് ആ 2 ലോയുടെ തൊട്ട് താഴെയായി ഒരു 2% എങ്കിലും താഴെയായിട്ട് വരുമ്പോൾ നമ്മൾ 10 ഡേയ്സ് ലോയുടെ 2% താഴെയായിട്ട് ഒരു ഓർഡർ ഇട്ട് പ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയ കാര്യം. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ അടുത്ത് കിട്ടും. ഈ 200 മൂവിംഗ് ആവറേജിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ റിസ്ക് റിവാർഡ് പെർഫെക്റ്റ് ആവും, റിസ്ക് കുറഞ്ഞു കിട്ടും. 10 ദിവസത്തെ ലോയുടെ താഴെയുള്ള അന്നത്തെ ക്ലോസിംഗ് പ്രൈസിലും വീണ്ടും ഒരു 2% താഴെയായിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. തിരക്കിട്ട് നമുക്കൊരു എൻട്രിയുടെ ആവശ്യമില്ല. നമുക്ക് ആ എൻട്രി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയുമ്പോൾ നമ്മൾ റിസ്ക് റിവാർഡും എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം അത് നമുക്ക് ആ എൻട്രി ആവശ്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ 10 ഡേയ്സിന്റെ ലോയുടെ താഴെ ക്ലോസിംഗിന് ശേഷം അതിന്റെ ഒരു 2% താഴെ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പൊ പിറ്റേ ദിവസം നമുക്ക് സ്വാഭാവികമായിട്ടും ആ ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ആയി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എക്സിക്യൂട്ട് ആയി കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ 200 മൂവിങ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആ ട്രേഡ് നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് കിട്ടി, ട്രെൻഡ് കിട്ടി, ഇനി എക്സിറ്റ് വേണം. എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് റിവാർഡ് പ്രകാരം നമ്മുടെ ഡിസിഷൻ റോങ് ആയി പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്തേക്ക് വന്ന് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തുവാണെങ്കിൽ എന്താ ഉപയോഗിക്കും, ഹൈ പീരീഡ് മൂവിങ് ആവറേജിന്റെ മുകളിൽ കട്ട് ചെയ്ത് കയറുമ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്ത് മാറാം ആ ട്രെൻഡിൽ. കാരണം വെച്ചാൽ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അത് കറക്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. ആ എൻട്രി എടുത്ത് നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 5 പീരീഡ് ആവറേജിന്റെ മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്ത് കാണാം. അതായത് 5 പീരീഡ് മൂവിംഗ് ആവറേജിന്റെ മുകളിൽ കയറി കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻ സൈസിങ് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഒരു 10% നിങ്ങൾ റിസ്ക് ചെയ്യാവൂ. പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോഴോ ട്രേഡ് ചെയ്യുമ്പോഴോ അതെ ഒറ്റയടിക്ക് ഹ്യൂജായിട്ട് ലോട്ട് ക്വാണ്ടിറ്റിയോ കൂട്ടി നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു ട്രേഡ് നല്ലൊരു സെറ്റപ്പ് കിട്ടി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് എൻട്രി കിട്ടി എന്നതുകൊണ്ട് നമ്മൾ എത്രയും വേഗം പൈസ ഉണ്ടാക്കി കളയാമെന്ന് കരുതിയിട്ട് പെട്ടെന്നുള്ള പൈസ മുഴുവൻ നമ്മളെടുത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പൊസിഷൻ സൈസിങ്ങിൽ എപ്പോഴും 10% ഇത് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ അത്തരത്തിലൊരു ഈ ഒരു തരത്തിൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 65% എങ്കിലും വിന്നിംഗ് റേറ്റ് നിലനിർത്താൻ കഴിയുന്ന സ്ട്രാറ്റജിയാണിത്. ഈ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കുന്നതോടുകൂടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളത് പെട്ടെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് പറഞ്ഞു തീർത്തെങ്കിലും നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. റൂള്, എൻട്രി, എല്ലാ കാര്യങ്ങളും സ്റ്റോക്കിന് ട്രെൻഡ് കണ്ടുപിടിക്കുക, റൂൾസ്, എൻട്രി കണ്ടുപിടിക്കുക, റൂൾസ്, ട്രെൻഡ് കണ്ടുപിടിക്കുക, എൻട്രി കണ്ടുപിടിക്കുക, എക്സിറ്റ് പെർഫെക്റ്റ് ആയിരിക്കുക, അതുപോലെ പൊസിഷൻ സൈസിങ് പെർഫെക്റ്റ് ആയിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സ്ട്രാറ്റജി വിജയിക്കുന്നത്. അല്ലാതെ ഈ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണ്, ഇത് വളരെ സിമ്പിൾ ആണ്, എക്സിക്യൂട്ട് ചെയ്യാൻ ഈസിയാണ്, കണ്ടെത്താൻ ഈസിയാണ്. പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ അത് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ അതിനെ എടുക്കുന്നു എന്നതനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഓരോരുത്തരും അത് ബുദ്ധിമുട്ടാണോ ഈസിയാണോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈസിയാണ്, മറ്റൊരാൾക്ക് അത് ഈസി ആണെന്നില്ല. അത് എന്നെക്കാൾ ഈസിയാണ് വേറൊരു വ്യക്തി ഉണ്ടാവാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേറെ ആളുണ്ടാവാം. വ്യക്തികളെ സംബന്ധിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നാളെ ഒരു ട്രേഡ് ചെയ്തിട്ട് ഇന്ന ആള് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്തു എനിക്ക് ലോസ് വന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല, നിങ്ങളുടെയാണ് നഷ്ടം എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അറിയാവുന്ന ഒരു അറിവ് പകർന്നു തന്നു, നമ്മൾ ചെയ്യുന്ന അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് മനസ്സിലാക്കി ചെയ്ത് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിച്ച് പരിശീലിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മൈനസ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്യുക. അത്തരം രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈ സ്ട്രാറ്റജി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സ്ട്രാറ്റജി ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയുന്ന 65% വിന്നിംഗ് റേറ്റ് അറിയാൻ കഴിയുന്ന നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്ത് എല്ലാവർക്കും ട്രേഡിംഗിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.